ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോണത് മാർബിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ സാധാ പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്, ഓവനിലല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു കേക്കൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം കേക്ക് ടിന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദയുടെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളിൽ 2 മുട്ട എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് വരില്ല കേട്ടോ. പിന്നെ ഓറഞ്ച് എസൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ട് നല്ലൊരു ക്രീമി പരുവം ആവും. ആ ഒരു സ്റ്റേജ് ആവണ വരയ്ക്ക് നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടും പിന്നെ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ലൊരു പതഞ്ഞ് വരണ വരയ്ക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഒത്തിരി നേരം ഇട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മുട്ടയൊക്കെ നല്ല ഇങ്ങനെ വെള്ളം പോലെയാവും. അങ്ങനെ ചെയ്യരുത്, നല്ല ക്രീമി പരുവം ആവണ വരയ്ക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നല്ല ക്രീമി പരുവത്തിൽ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ കേക്ക് നല്ല ഹാർഡായിട്ട് പോവും. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മിക്സിയിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. കുറച്ച് കുറച്ച് മാവ് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ കുത്തി ഇളക്കിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല, നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു മാവ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എല്ലാതും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ബീറ്ററൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്താലേ അത് മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല, ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഫ്ലോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ആ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല തിളച്ച പാലൊന്നും ആവരുത്, ഇളം ചൂടുള്ള പാൽ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ തീരെ തണുത്ത പാൽ നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പതുക്കെ തന്നെയാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതിയോളം വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബൗളിൽ നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇതുപോലെ ഇങ്ങനെ ബാറ്റർ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ലെയർ ഒഴിക്കുക, എന്നിട്ട് അടുത്ത ലെയർ ഒഴിക്കുക, അങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു തെറ്റ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു കമ്പി വെച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണില്ലേ, അത് ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഏറ്റവും അവസാന താഴത്തെ ലെയർ വരയ്ക്ക് ഇങ്ങനെ അമർത്തിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഇതിൻ്റെ മുകളിൽ മാത്രമാണ് കേട്ടോ വരച്ച് കൊടുത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ആകെ മാറിപ്പോയി, ഒന്നും ഇങ്ങനെ കാണാൻ പറ്റാത്ത പോലെയായിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസക്കുറവുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടിയിലേക്ക് ആവണ പോലെ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പാത്രമൊക്കെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണം ഈ ഒരു ബാറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഈ ഒരു മൂടിയുടെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം 45 മിനിറ്റോടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് ബേക്കായിട്ട് വരുന്ന വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇടയിലൊന്നും തുറന്ന് നോക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാറ്ററൊക്കെ നന്നായിട്ട് താഴ്ന്നു പോയിട്ട് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരില്ല. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഈ ഒരു കേക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ഇതൊരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു 45 മിനിറ്റ് ആയപ്പോഴാണ് ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈ ഒരു കേക്ക് വെന്തിട്ട് കിട്ടണതിൽ. ഇനി നമുക്കിത് വെന്തൊന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ചൂട് പോകാനായിട്ട് നിൽക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ചൂട് കാരണം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിന് ശേഷം എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ മാത്രം ഒന്ന് പോയിട്ടുണ്ടെന്നുള്ളൂ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സഫലമാവട്ടെ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്